ഹലോ നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. സോ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. കൃഷ്ണൻ അടിപൊളി, സൂപ്പർ സൂപ്പർ ഡാൻസ്, കിടുക്ക് ഡാൻസ്, പൊളിച്ച് ഒരു രക്ഷയില്ല. ഇവന്റെ ഓരോ പെർഫോമൻസ് ആണ്. അങ്കിൾ വിളിക്കടാ. ഞാൻ കുട്ടിയാകിലെണ്ണ ആൾക്കാരെ ഒന്നും ആവാഹിക്കരുത്. കണലക്ഷണമൊന്നും ഇല്ലല്ലോ. എന്തെണ്ണ ഞാൻ കുട്ടിയാകിലെണ്ണ. അങ്ങനെയൊന്നും പറയരുത്. അല്ലെണ്ണ ഞാൻ ശരിക്കുള്ള കുട്ടിയാകില്. കുട്ടിയാകില് ശ്രീവിദ്യ ഇവിടെ പറയും പോലെ. അയ്യോ അത് ശരിയാണല്ലോ. ഞാനാണ് ശ്രീവിദ്യ. ശ്രീവിദ്യയോ? എടാ നിന്റെ കല്യാണം എപ്പോഴാ? നിന്റെ കല്യാണം എപ്പോഴാ? അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്തുണ്ടോ? കള്ളത്ര ശരിക്കും എന്നാ എനിക്ക് നോബിച്ചേട്ടൻ അറിയുന്ന ഒരു സീക്രട്ട് ഞാൻ ഇപ്പൊ നോബിച്ചേട്ടൻ്റെ അടുത്ത് പറയാം. പക്ഷെ പബ്ലിക്കിലായിരുന്നു പറയരുത്. അണ്ണൻ ഉളുക്കാണോ നിനക്കറിയാല്ലേ? ഒരുപാട് കുനിയാൻ പോയി. ഡാൻസ് തന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ശ്രീവിദ്യ ഇങ്ങനെ കളിക്കില്ല. ശരിക്കും കള്ളം പറയില്ല. ഇല്ല എന്റെ തരും. എനിക്ക് മനസ്സിലാവില്ല എന്താ സംബന്ധം. ഞാൻ ഇവർക്ക് വട്ടാണോ എനിക്കത് മനസ്സിലാവില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടിയൊക്കെ കുറച്ച് ജാസ്തി കുട്ടിയായി പോയി. അതെന്താന്ന് വെച്ചാൽ ഇവന്റെ പേര് തന്നെ ഓൾറെഡി ഉണ്ടല്ലോ കുട്ടിയാണ്. അതുകൊണ്ട് ഇവൻ തീരെ കുട്ടിയായി. എനിക്കതില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ കോൺഫിഡൻസ് ഫേസ് വരെ നോക്കുക. എന്തോ ശ്രീവിദ്യന്റെ ഒരു ഉണ്ടായിന്ന് ഞങ്ങള് പറയാം. ഞങ്ങള് റോട്ടിൽ കൂടെ ഇങ്ങനെ വരികയായിരുന്നു. ഒപ്പം ശ്രീവിദ്യ ഉണ്ടേ. അപ്പൊ അവിടെ ഒരു കുപ്പി കിടക്കുന്നു. ഞങ്ങള് എടുത്തത്. എന്നിട്ട് അതിലൊരു മരക്കഷ്ണം പൊട്ടിച്ചപ്പോ ഒരു വെള്ള സ്ഥാനത്തിലെ ഒരു ഭൂതം വന്നിട്ട് പറയാ, നീ കുപ്പി പൊട്ടിച്ചത് ഇങ്ങനെയാണ്. വേണ്ട പൊട്ടിച്ച് ഞങ്ങള്. അപ്പൊ ഒരു ഭൂതം വന്നിട്ട് പറയാ, നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയാവണമെന്ന്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കുട്ടിയായത്. സാധാരണ കുപ്പിയിൽ പോകുന്ന ഇവർ ഇങ്ങനത്തെ ആഗ്രഹം കുപ്പി കാണിച്ചു അങ്ങനെയൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഞാനും കൂടെ ചെറുതാവട്ടോ. ഇങ്ങനെ തന്നെ നിന്നാ മതി. ചെറുതാവൊന്നും ഇത്തിരി ചെറുതായിക്കോട്ടെ 2 ദിവസത്തേക്ക്. വേണ്ട. അഖിലേ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നീ കുപ്പി ചെറുതാവണ്ട. വേണമെങ്കിൽ ഞാൻ തരാം. ഒരു 10 മിനിറ്റത്തേക്ക് ഞാനും ഇച്ചിരി ചെറിയ പിള്ളേരെ ചേച്ചി ഞങ്ങള് 3 പേര്. നീ എന്റെ ചക്കര മുത്തല്ലേ. മാത്രമേ ഞാൻ തരുള്ളൂ. അഖിലേ ഞാൻ തരാം. അത് പോയി എടുത്തിട്ട് വന്ന് എടുത്തിട്ട് തൊടാൻ മാത്രമേ ഞാൻ തരുള്ളൂ. അഖിലേ നീ ഇത്ര ചെറുതാവും. നീ ഇങ്ങനെ ഭാഗ്യം കിട്ടുന്ന ഇതാണ് കുപ്പി. ഒടുക്കണ്ട. പക്ഷെ തൊടാൻ മാത്രമേ എന്തുവാ തൊട്ടാ മാത്രം മതി. വേറൊന്നും ചെയ്യലത്. പോരെ. ഇത് ഞാൻ പിടിച്ചു വലിച്ചപ്പോഴാണ് ഭൂതം വന്നത്. പിന്നെന്താ തുറക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലേ അത് തുറക്കല്ലേന്ന് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞില്ലേ അത് തുറക്കല്ലേ തുറക്കല്ലേന്ന്.
നിങ്ങൾ മറ്റേ വാറ്റുചാര എടുത്ത് കടിച്ചു പൊട്ടിക്കുമ്പോൾ ഇതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തുറക്കലെന്ന് കുറച്ചു നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കൂലായിരുന്നു. ഈശ്വരാ. പ്ലാൻ ഉണ്ടായിരുന്നു അറിയാമെന്ന് എനിക്ക്. അല്ല ഒരു സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവർക്കും തുറന്ന് നമ്മളൊന്ന് ചെറുതാവട്ടെ എന്ന് നമുക്ക് തോന്നണ്ടേ? ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഞാൻ തുറന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അടുത്ത ഭൂതത്തിന്റെ അനുമതി വേണം വേറൊരാൾക്ക് അല്ല, ഇപ്പൊ തുറക്കണം. നോബി തുറന്നപ്പോ വർക്ക് ചെയ്തില്ലേ? അത് തിരിച്ച് ഞാൻ പഴയതുപോലെ ആയില്ലേ? ഇതിപ്പോ ഭൂതം പോയി, ഇത് ഭൂതത്തിന് എവിടെ പോയി പിടിക്കും? അയ്യോ പോയാ. പിന്നെ വേറെ ചാനലിലും മെയിൻ കിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഒരു ഭൂതത്തിനെ ഇരുത്തിരിപ്പിൽ നല്ലൊരു ഭൂതത്തിനെ കിട്ടിയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരക്ടറിന്റെ കളിപ്പിക്കായിരുന്നു ഒരു എപ്പിസോഡിൽ. ഒരു കാര്യം ചെയ്യാം, ഇത് വെച്ചാ മണ്ണെണ്ണ വാങ്ങിക്കാം വീട്ടിൽ. പക്ഷെ എന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നില്ല. അയ്യോ എന്നോ ഡാൻസ് ആയിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. ഡാൻസ് ആയിരുന്നു കേട്ടോ. മറ്റേ കൃഷ്ണ അതൊക്കെ ഓക്കെ. ഭൂതം വന്ന് ഇപ്പൊ ഭൂതം കയ്യിൽ നിന്ന് പോയി. നീ കൊച്ചുങ്ങളെ ശമ്പളം കൊടു. അയ്യോ ഇതൊന്നും കൊച്ചുങ്ങളല്ല, എന്നെ പോലെ വഴി നീ കുപ്പി ഇട്ടിട്ട് പറക്കിയെടുത്ത ഇത് എറണാകുളം ജില്ലാ കളക്ടർ, ഇത് വൈറ്റിലത്തെ വേടി പോലീസ് ഓഫീസർ. ഇത് എവിടെ ഉള്ളത്? ഇത് എനിക്ക് അറിഞ്ഞൂടല്ല. എവിടെ ഉള്ള ചേച്ചി നിങ്ങള്? തിരുവനന്തപുരത്തുള്ളത് കുപ്പി. നോക്കട്ടെ കുപ്പി ഇതാ ഇടേ, ഇത് നമ്മളെ സ്കിറ്റ് കളിക്കുന്ന മായ. ഇത് ഇത്ര ഈ കുപ്പി എവിടെയൊക്കെ പോയെന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികൃഷ്ണൻ പരിപാടി നമുക്ക് ഓണാക്കണം. ശ്രീകൃഷ്ണ ആശംസ. ശ്രീകൃഷ്ണ ജയന്തി മാത്രം അങ്ങനെ പറഞ്ഞു നിന്നാ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ? ഗെയിം കളിക്കാം. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് നടന്നു വന്നപ്പം എനിക്കൊരു ഗെയിം എന്റെ മനസ്സിൽ വന്നു. അലരെ ഗോവിന്ദ അലരെ ഗോവിന്ദ. അതിലെന്തായിരുന്നു നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെ ഉറിയടി. അതുപോലെ നമുക്കൊരു ഉറിയടി ഇവിടെ ഉറിയടി കളിക്കാം. ചെറിയൊരു ഉറിയടി. ഉറി വരട്ടെ, പിള്ളേര് പോട്ടെ, നമുക്ക് അടിക്കാൻ റെഡി ആക്കാം. നല്ല മോന്തിയ കള്ളു വരുന്നത് കൈകളിലെത്തിയത് കാണിക്കിട്ടോ അതില് വരുമ്പോ ഇടണ്ടേ? രമണി സാധനം എത്തിയിട്ടുണ്ട്. ആരാണ് ആദ്യം മുറിയടിച്ച് മത്സരം തുടങ്ങണ്ടേ? ഞാൻ പറയട്ടെ ചേച്ചി, ആരെ പേര് പറയുന്നു? എന്റെ പേര് വിദ്യയല്ലേ? അല്ല, എലീനയുടെ പേര്. ആദ്യം വരാൻ പോകുന്നത് നോബി. വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഞാൻ അത് മറന്നു. വയറ് മാത്രല്ല ഇനി ഉളുക്കാൻ പോകും. അല്ലല്ല, എന്ത് സാധനം വന്നാലും ആദ്യം അടിക്കുന്ന സാധനം അതുകൊണ്ട് അല്ല, എന്തറിയോ? ഒരു മിനിറ്റ്, സംസാരം ഒരു മിനിറ്റ്, ഇത് പിടിക്കൂ. നോബേ വാടാ. അതാ നോബി ചേട്ടന്റെ കണ്ണുകൾ കെട്ടാൻ പോവുകയാണ്. കെട്ടിയില്ലെങ്കിലും എനിക്ക് ചേച്ചി മൂക്ക് കെട്ടി. ചേച്ചി മൂക്ക് വിട്ടു കൊടുക്കാം അല്ലേ? ചെയ്തോളാം. വേണമെങ്കിൽ ശ്വാസം വിട്ടോട്ടെ. ഓക്കെ, നമുക്ക് കറക്കി വിടാം. അലരെ ഗോവിന്ദ ഗോവിന്ദ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അടിക്കരുത്. ശ്രീകൃഷ്ണജയന്തി ഇന്നൊക്കെ പോകും, പിന്നെ ഉളുക്ക് പോകൂല. നേരെ പുറകോട്ടൊരു അടി അടിയണം. എളിയിലുണ്ടോ അവിടെ? ആരെ തലേ വീഴും വേണ്ട. സീരിയസ് ആണ് കേട്ടോ. സീരിയസ് ആണ്. ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ ആലാരെ ഗോവിന്ദ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ സംഭവേ ഇവിടുത്തെ പിള്ളേരാരേലും ആയിരിക്കും മുറിയടിക്കുന്നത് വിചാരിച്ചിട്ട് ആർട്ട് ടീം മുട്ടായി വെച്ചു. മുതുക്കുകളും ഇവിടുത്തെ മുതുക്കുകൾ ഏറിയത് അടിക്കുമെന്ന് അറിഞ്ഞില്ല. മുട്ടായി വറുക്കാൻ നമ്മളും